ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മാംഗോ സ്ക്വാഷ് അല്ലെങ്കിൽ ഫ്രൂട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി പഴുത്ത മാങ്ങയും ഒരു പച്ചമാങ്ങയും ആവശ്യമാണ്. ഇത് ഞാൻ വീട്ടിലെ മാങ്ങ തന്നെ, നമ്മുടെ നാടൻ മാങ്ങയാണ് എടുത്തിരുന്നത് കേട്ടോ, വാങ്ങിച്ചതൊന്നുമല്ല. അതിനെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ പൾപ്പ് മാത്രം മാറ്റി വയ്ക്കുക. ഇപ്പം മാങ്ങ സീസൺ ആവുകൊണ്ട് അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 2 മാസം വരേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു പച്ചമാങ്ങയും അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണമാക്കി എടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് എനിക്കൊരു ബൗള് മാംഗോ പൾപ്പ് കിട്ടിയിട്ടുണ്ട്. പകുതി പഴുത്ത മാങ്ങയും പകുതി പച്ചമാങ്ങ കഷ്ണങ്ങളാക്കിയത് പകുതിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അരച്ചെടുക്കാം. ഒരു 1/2 ബൗള് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, അധികം ചേർത്ത് പോകണ്ട. അതിനെ ഒരു അരിപ്പയിലൊഴിച്ച് നന്നായി അരിച്ചെടുക്കണം. അതിൻ്റെ കഷ്ണം വല്ലതും അരയാതെ കിടക്കുന്നുണ്ടെങ്കിലും മാങ്ങയുടെ നാര് ഇതിലുണ്ടെങ്കിലും മാറ്റിയെടുക്കുക. അത് അരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് ഒരു 1.5 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വരുന്നവരേക്ക് ഇളക്കി കൊടുക്കുക. മെൽറ്റായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 30 മിനിറ്റെങ്കിലും സമയമെടുക്കും ഇതായി കിട്ടാൻ. നന്നായി ഇളക്കി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ആയിട്ടുണ്ട്, 1/2 മണിക്കൂറായി. അതായി. ഇനി ഒരു നാരങ്ങയുടെ നീര് 2 ടീസ്പൂൺ മതി, ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കുക. ഇത്ര മതി, സംഭവം റെഡിയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുക്കട്ടെ. അതിരുന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കുപ്പിയിലൊഴിച്ച് വയ്ക്കാം. കുപ്പിയിലൊഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ 2 മാസം 3 മാസമൊക്കെ
കേടൊന്നും വരില്ല. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് കൊടുത്തപ്പോൾ ഫ്രൂട്ടിയാണല്ലോ പറഞ്ഞു. എനിക്ക് വലിയ ബോട്ടിലൊരു ബോട്ടിലും ചെറിയ ബോട്ടിലൊരു ബോട്ടിലും സ്ക്വാഷ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. ഒരു ഗ്ലാസ്സിൽ കാൽ ഗ്ലാസ് സ്ക്വാഷും ബാക്കി തണുത്ത വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കാം. ബൈ.